പരിശുദ്ധ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ഇപ്രകാരം ഒരു ഗാനമുണ്ടല്ലോ, നമ്മുടെയൊക്കെ നാവിൻ തുമ്പിലേക്ക് ഏറി വരുന്നൊരു പാട്ട്. അത് ഇപ്രകാരമാണ്: ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം, ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. ക്രിസ്തു ഓർമ്മിപ്പിക്കുക. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 4-ാം വാക്യം: ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവൻ സ്വർഗത്തിലെ വലിയവൻ. സ്വർഗത്തിലെ വലിയവൻ ചെറുതായതാണ് പരിശുദ്ധ കുർബാന. സ്വർഗത്തിലെ വലിയവൻ ഒരു തുണ്ടക്ക അപ്പക്കഷ്ണത്തിലേക്ക് ചുരുങ്ങിയതാണ് പരിശുദ്ധ കുർബാന. ആ പരിശുദ്ധ കുർബാന ഈശോ എന്നിലേക്ക് അലിഞ്ഞ് ചേരാൻ വേണ്ടി സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് കടന്നു വന്നതാണ്. അപ്പമായി എന്നിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ പറയുകയാണ്, ചെറുതാകുന്നവൻ അവൻ സ്വർഗത്തിന് വലിയവനായി മാറുമെന്ന്. ശിശുവിനെ പോലെ ചെറുതാകുന്നവൻ സ്വർഗത്തിൽ വലിയവനായിരിക്കും. ക്രിസ്തു ഒരു മാതൃക കാണിച്ചു തരിക. നീ ചെറുതാകേണ്ടവനാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. സ്വർഗം ചുരുങ്ങി 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 കുഞ്ഞ് പരിശുദ്ധ കുർബാനയിലേക്ക് ഒതുങ്ങിയത് പരിശുദ്ധ കുർബാനയായി നിന്നിലാവാനാണെങ്കിൽ അത് നിന്നെ ഓർമ്മിപ്പിക്കുന്നത് നിന്റെ ദൗത്യവും വലുതാകാനല്ല, മറിച്ച് ചെറുതാകാനാണ്. നീ ചെറുതാകുമ്പോൾ ചെറുതായി 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 മാറുമ്പോൾ നീ സ്വർഗത്തിൽ വലിയവനായി മാറും. അത് ആശയതലത്തിൽ മറ്റുള്ളവർ പൊരുത്തക്കേട് വരുമ്പോൾ നീ ഒന്ന് ചെറുതായി കൊടുക്കുക. മത്സരിക്കാൻ നിൽക്കണ്ട. നീയുമായി യോജിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ഒന്ന് ചെറുതായി കൊടുത്ത് നോക്കിക്കേ. കുടുംബത്തിലെ അപ്പനായി അമ്മയായി ഞാൻ പറയുന്നതാണ് ശരി എന്ന് തമ്മിൽ തർക്കിക്കുമ്പോൾ ഒന്ന് ചെറുതായി കൊടുത്ത് നോക്കിക്കേ. നീ സ്വർഗത്തിൽ വലിയവനായി മാറും. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ ഒന്ന് ചെറുതാകാനുള്ള മത്സരമാക്കി ഒന്ന് മാറ്റിയാലോ? അങ്ങനെ ഒരു മത്സരത്തിലേക്ക്, ചെറുതാകാനുള്ള മത്സരത്തിലേക്ക് നമ്മൾ തയ്യാറായാൽ നാം പതുക്കെ പതുക്കെ സ്വർഗത്തിൽ വലിയവന്മാരായി മാറുകയാണ്. അനുഗ്രഹമാവട്ടെ ഇന്നത്തെ ദിവസം. ആമേൻ.